നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് സുഹൃത്ത് ഒരാൾ നമുക്ക് പാലിൽ മഞ്ഞളിട്ട് കഴിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് മഞ്ഞൾ നിങ്ങളെ രോഗിയാക്കും എന്ന് ഒരു വ്യക്തി പറയുന്നതായിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ് സെമിനാർ എന്തോ ആ വ്യക്തി പറയുന്നതായിട്ട് കണ്ടു. ഒരു ലിങ്ക് ഷെയർ ചെയ്തത്. അതിൽ അദ്ദേഹം പറയുന്നത് കുർക്കുമിൻ നമുക്ക് വളരെയധികം ദോഷം ചെയ്യും. മഞ്ഞൾ പാലിലിട്ട് കഴിക്കുന്നത് കൊണ്ടൊന്നും പ്രത്യേകിച്ച് ആരോഗ്യ ഗുണങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ മഞ്ഞളിനും പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. അത് ഗുണങ്ങളെക്കാൾ കൂടുതൽ ദോഷമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്തിനെ വ്യാവസായികമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രചാരണം എന്നുള്ളത് അറിയില്ല. അത് എന്താണെങ്കിലും നമുക്കതിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ മഞ്ഞളിനെ കുറിച്ചിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്പൈസസ് ആണ്. സുഗന്ധവ്യഞ്ജനങ്ങളിലെ രാജകുമാരി എന്നറിയപ്പെടുന്ന ഒരു സ്പൈസസ് ആണ് ടർമറിക് അല്ലെങ്കിൽ മഞ്ഞൾ എന്ന് പറയുന്നത്. ലോകവ്യാപകമായിട്ട് മഞ്ഞൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ശ്രദ്ധേയ വിഷയം കൂടിയാണ്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുകളിലായിട്ട് ലോകവ്യാപകമായിട്ടാണ് മഞ്ഞൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പഠനങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെയധികം പഠനങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്പൈസസ് ആണ് മഞ്ഞൾ എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. രാജകുമാരി എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ അതിൻ്റെ കളറാണ്. കാരണം മഞ്ഞ കളർ ഉള്ള സാധനത്തിനെ മഞ്ഞൾ എന്ന് വിളിക്കുന്നു എന്നുള്ള രീതിയിലും നമുക്ക് ആ പേരിനെ നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെടിയാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ആ പൂ വിരിയുന്ന ഒരു ശൈലിയാണെങ്കിലും ഒക്കെ അതിനെ രാജകുമാരി അല്ലെങ്കിൽ അത്രയും ഒരു ക്യൂൻ എന്നുള്ള രീതിയിൽ തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ആയുർവേദ ഗ്രന്ഥങ്ങളിലും മഞ്ഞളിനെ കുറിച്ചിട്ട് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് മരുന്നുകളെ കുറിച്ചിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നത് കുർക്കുമിൻ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകും, കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടാകും എന്ന് അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു ഫോട്ടോയും അതിൻ്റെ കൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഇറ്റലിയിലൊക്കെ മഞ്ഞൾ ബാൻ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമുക്ക് സ്റ്റഡികളൊക്കെ കാണാൻ പറ്റും. നമ്മളെപ്പോഴും സ്റ്റഡികൾ അല്ലെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ലോകത്ത് ആര് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു സ്ഥലമുണ്ട്, അമേരിക്ക. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ അമേരിക്കയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവർ മഞ്ഞളിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് വളരെ അധികം പഠിച്ചിട്ടുള്ള വലിയ സയൻറ്റിസ്റ്റുകൾ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ അവർ തന്നെ പറയുന്നുണ്ട് മഞ്ഞൾ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുപോലെ തന്നെ മഞ്ഞൾ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ്, അതുപോലെ ആൻറ്റി ക്യാൻസർ ആയിട്ടും ന്യൂറോ പ്രൊട്ടക്റ്റീവായിട്ടും മഞ്ഞളിനെ ഉപയോഗിക്കാം. ഡയബറ്റിക് കണ്ടീഷനുകളിൽ മഞ്ഞളിനെ ഉപയോഗിക്കാം. ഡിറ്റോക്സിഫിക്കേഷന് മഞ്ഞളിനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പരിചയപ്പെടുത്തുന്നത്. മഞ്ഞളിലെ ഒരുപാട് ആക്റ്റീവ് ആയിക്കൊണ്ടുള്ള കെമിക്കൽ കോമ്പൗണ്ടുകളുണ്ട്. അതിലേറ്റവും പ്രധാനി എന്നുള്ളതാണ് കുർക്കുമിൻ എന്നുള്ളത്. ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ടുകളിലെ ഒരു പ്രധാനപ്പെട്ടതാണ് കുർക്കുമിൻ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കുർക്കുമിനെ കുറിച്ചിട്ടും ഈ പറയുന്ന അമേരിക്കയിലെ പോലെയുള്ള വികസിത രാജ്യങ്ങൾ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതായത് നീർക്കെട്ട്, വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലുമൊക്കെ മഞ്ഞൾ വളരെയധികം ഗുണം ചെയ്യും, ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എന്നുള്ള പഠനങ്ങളൊക്കെ അവർ ചെയ്തിട്ടുള്ളത്. അതുമാത്രവുമല്ല, അമേരിക്ക മഞ്ഞൾ എന്നുള്ള ഈ ഒരു സ്പൈസസിനെ അല്ലെങ്കിൽ കുർക്കുമിനെ അവർ വന്നിട്ട് FDA അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ് എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് FDA എന്ന് പറഞ്ഞാൽ? ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ അവർ അംഗീകരിച്ചിട്ടുള്ള ഒന്നും കൂടിയാണ് മഞ്ഞൾ എന്നുള്ളതാണ്. അതായത് മഞ്ഞൾ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളോ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രയാസങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഹെൽത്ത് ഇഷ്യൂസും ഒന്നും ഇല്ല എന്ന് അവർ വളരെ വ്യക്തമായിട്ട് അവരുടെ പഠനങ്ങളിൽ അവർ പറയുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു വിദ്വാൻ ആ വീഡിയോയിൽ പറയുന്നത് മഞ്ഞളിൻ്റെ ഓവർ ഡോസേജ് കൊണ്ട് നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു പഠനങ്ങളിലും മഞ്ഞളിൻ്റെ ഓവർ ഡോസ് കൊണ്ട് നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ഏകദേശം 500 ഗ്രാമെങ്കിലും, 1/2 കിലോയെങ്കിലും മഞ്ഞൾ കഴിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് 1 മില്ലിഗ്രാം കുർക്കുമിൻ കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മഞ്ഞളിൻ്റെ ഈ ഒരു ഈ ആരോഗ്യ ഗുണങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ, ഇതിന് പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും മഞ്ഞൾ എന്നുള്ളത് ഒരു സ്പൈസസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കറികൾ വെക്കുമ്പോഴും അതെല്ലാം നമ്മൾ എന്തെങ്കിലും മത്സ്യമാംസങ്ങളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴുള്ള മസാലയുടെ ഒരു പ്രധാന ചേരുവയായിട്ടൊക്കെ മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിലാണ് മഞ്ഞളിൻ്റെ ഉപയോഗം എന്നുണ്ടെങ്കിലും മഞ്ഞൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകളാണ്. അവർക്കൊരിക്കലും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല മഞ്ഞൾ കുറച്ച് കൂടുതൽ ഇട്ടാൽ നല്ലതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ
കുറച്ച് മഞ്ഞൾ കൂടുതൽ ഇടാം, എന്നാൽ ആരോഗ്യത്തിന് നല്ലതല്ലേ എന്നുള്ളതൊക്കെ അവർ ചിന്തിച്ചിട്ട് ഇന്നേ വരെ ഒരു അടുക്കളയിലും മഞ്ഞളിൻ്റെ ഉപയോഗം കൂടുതലായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഏറ്റവും കുറഞ്ഞ രീതിയിൽ, ഒരു പക്ഷേ ഉപ്പിനേക്കാൾ കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമായിരിക്കും മഞ്ഞൾ എന്നുള്ള സ്പൈസസ് ആണ്. കാരണം മഞ്ഞൾ ആർക്കും അധികം എടുക്കാൻ കഴിയില്ല. ഇങ്ങേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു പേഷ്യൻ്റ്, ലക്ഷക്കണക്കിന് ആളുകളിൽ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളിൽ ഒരാൾക്ക് ഒരു പക്ഷേ മഞ്ഞൾ കഴിച്ചത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വന്നിട്ടുണ്ടാകുമായിരിക്കാം. അത് മഞ്ഞൾ കൊണ്ട് തന്നെ ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് അദ്ദേഹം തൻ്റെ വീഡിയോസിൽ പറയുന്നില്ല. അങ്ങനെ അദ്ദേഹം മഞ്ഞൾ കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ, അല്ല അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റിന് ഇതുപോലെ എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ്, ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ മഞ്ഞൾ കൊണ്ടാണ് എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കണം. ഒരു ഫോട്ടോ എടുത്ത് വന്നിട്ട് മഞ്ഞളിനെ തേജോവധം ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം മഞ്ഞൾ എന്നുള്ളത് നമ്മൾ ഒരു മരുന്ന് എന്നതിലുപരി നമ്മളെല്ലാവരും അറിയുന്നതും ഉപയോഗിക്കുന്നതും അത് ഒരു സ്പൈസസ് എന്നുള്ള നിലക്കാണ്. നമ്മുടെ ഭക്ഷണങ്ങളിലുമൊക്കെ വളരെയധികം രുചി കൂട്ടുന്നതിൻ്റെ ഒരു ഘടകം എന്നുള്ള നിലക്കും, പിന്നെ അത് മഞ്ഞൾ ഭക്ഷണങ്ങളിൽ ഇടുന്നത് വഴി നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലുമാണ്. ഇതൊന്നും ശാസ്ത്രീയ പഠനങ്ങൾ കൊണ്ടല്ല മനുഷ്യൻ ഉപയോഗിച്ച് തുടങ്ങിയത് എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം. 4000 വർഷങ്ങളായിട്ട് മഞ്ഞൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആയുർവേദത്തിലും മഞ്ഞളിനെ കുറിച്ചിട്ട് ധാരാളം പറയുന്നുണ്ട്. മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്. അഷ്ടാംഗഹൃദയം സൂത്രസ്ഥാനത്തിൽ പറയുന്നുണ്ട്, ഹരിദ്ര പ്രമേഹാരണം എന്ന് പറയുന്നത്. ഹരിദ്ര എന്ന് പറഞ്ഞാൽ മഞ്ഞൾ പ്രമേഹത്തിനെ ശമിപ്പിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾ വളരെയധികം രൂക്ഷമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ ലെസ് ക്വാണ്ടിറ്റിയാണ് മഞ്ഞൾ ഉപയോഗിക്കണം. അതായത് റെക്കമെൻഡഡ് ക്വാണ്ടിറ്റി എല്ലാ സാധനങ്ങൾക്കും ഉണ്ട്. അതിപ്പോൾ ഭക്ഷണമാണ് എന്നുണ്ടെങ്കിലും മരുന്നുകളാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മരുന്നുകൾക്കാണ് റെക്കമെൻഡഡ് ക്വാണ്ടിറ്റി ഉള്ളത് എങ്കിലും ഭക്ഷണമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് റെക്കമെൻഡഡ് ക്വാണ്ടിറ്റി ഉണ്ട്. അതായത് അത് അളവിൽ കൂടുതൽ, അത് എന്ത് സാധനവും അങ്ങനെയാണ്, അളവിൽ കൂടുതൽ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. അത് എന്ത് സാധനവും അങ്ങനെ തന്നെയല്ലേ. ഒരു മനുഷ്യൻ ഒരുപാട് ചോറ് തിന്നു കഴിഞ്ഞാൽ അവന് ബുദ്ധിമുട്ടല്ലേ. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മാക്സിമം അവൻ്റെ റെക്കമെൻഡഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന രീതിയിൽ വെള്ളം മാക്സിമം 2 ലിറ്റർ മുതൽ 4 ലിറ്റർ വരെയാണ് ഹെൽത്തി പേഴ്സണ് കുടിക്കാനായിട്ട് പറയപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഒരു ദിവസം ഒരാൾ 8 ലിറ്റർ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചോളൂ. തുടർച്ചയായിട്ട് 8 ലിറ്റർ വെള്ളം കുടിച്ചാൽ അവന് കിഡ്നി ഡിസീസ് ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് വെള്ളം എന്നുള്ളത് അത്രയും ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഭീകരമായിട്ടുള്ള ഒരു സാധനമാണ് വെള്ളം എന്നുള്ള രീതിയിൽ ഇവർ സെമിനാർ നടത്തുമോ? ഇല്ല. വെള്ളം എന്നുള്ളത് മനുഷ്യൻ്റെ ദാഹജലമാണ്. മനുഷ്യനെ ദാഹിക്കാനും അതുപോലെ തന്നെ മനുഷ്യൻ്റെ നിത്യോപയോഗ കാര്യങ്ങൾക്കും എല്ലാം ഉള്ള ഒരു സാധനമാണ് വെള്ളം. പക്ഷേ ആ വെള്ളം മനുഷ്യൻ ദാഹജലം എന്നതിന് മനുഷ്യനത് കുടിക്കുമ്പോൾ അവൻ്റെ റെക്കമെൻഡഡ് ക്വാണ്ടിറ്റി എന്നുള്ളതൊന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെയാണ് എല്ലാ സാധനങ്ങളും. മഞ്ഞളും അങ്ങനെ തന്നെയാണ്. അതിന് റെക്കമെൻഡഡ് ക്വാണ്ടിറ്റി ഉണ്ട്. മാക്സിമം 3 ഗ്രാം വരെ നമുക്കൊരു ദിവസം ഒരു നേരം ഉപയോഗിക്കാം എന്നുള്ളതാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിലും പറയുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിലെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് ഇതുപോലത്തെ റിസർച്ച് യൂണിവേഴ്സിറ്റികളും മഞ്ഞളിനെ കുറിച്ച് പറയുന്നതും അവരൊരു റെക്കമെൻഡഡ് ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ക്വാണ്ടിറ്റി എടുക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകില്ല എന്ന് വളരെ വ്യക്തമായിട്ടുള്ള പഠനങ്ങളുണ്ട്. മഞ്ഞളൊരു FDA ആണ്, അതായത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഒരു സാധനമാണ് മഞ്ഞൾ. ഇപ്പോൾ ഒരുപാട് അലോപ്പതി മരുന്നുകളിൽ മഞ്ഞളുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വരുന്ന ഒരുപാട് അലോപ്പതി മെഡിസിനുകളിൽ കുർക്കുമിൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മഞ്ഞൾ ഉപയോഗിക്കുന്നത് കാരണം ജനങ്ങളുടെ അസുഖങ്ങൾ പല രീതിയിൽ കുറയുന്നുണ്ട്. കാരണം മഞ്ഞൾ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഡെയിലി മഞ്ഞൾ വർഷങ്ങളായിട്ട് കുടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ മഞ്ഞളിൻ്റെ ഒരു ചെറിയ അംശം, ഒരു നുള്ള് അല്ലെങ്കിൽ 2 നുള്ള് എന്നുള്ള രീതിയിൽ, ഇതൊന്നും ആരും സ്കൂളിൽ പോയിട്ടോ അല്ലെങ്കിൽ ആരും ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ ആരും ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ടോ അല്ല ഒരിക്കലും എന്ത് ചെയ്തിട്ടുള്ളത്. വീട്ടിൽ പഴയ ആളുകളും സ്ത്രീകളും ഒക്കെ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലേ വന്നിട്ട് മഞ്ഞൾ ഒരു നുള്ളോ 2 നുള്ളോ പാലിലിട്ട് കൊടുക്കുന്നത് നമ്മൾക്കാർക്കും ഇത് എവിടുന്ന് കിട്ടിയ അറിവാണ് നമുക്ക്. പക്ഷെ അതുകൊണ്ട് ഇന്ന് വരേക്കും മനുഷ്യന് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. കാരണം മഞ്ഞൾ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി മൈക്രോബിയൽ ആണ്, ആൻറ്റി ഫംഗൽ ആണ്. അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, ക്യാൻസർ രോഗത്തിനെ മാറ്റും എന്നുള്ളതല്ല, പക്ഷേ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ മഞ്ഞളിലെ പ്രധാന കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ആയിട്ടുള്ള കുർക്കുമിൻ വളരെയധികം സഹായിക്കും എന്നുള്ളത് അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ പരീക്ഷണത്തിലൂടെ തെളിയിച്ച കാര്യങ്ങളാണ്. ഇത് മാത്രമല്ലാതെ വർഷങ്ങൾക്ക് മുന്നേ ആയുർവേദ ഗ്രന്ഥങ്ങളിലും പറയപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ മഞ്ഞളിനെ ഇത്തരത്തിൽ തേജോവധനം ചെയ്യുന്നത് കൊണ്ട് എന്ത് സ്വാർത്ഥ ലാഭമാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഒരുപക്ഷെ മഞ്ഞൾ ഒരുപക്ഷെ അലോപ്പതി മരുന്നുകളിലൊക്കെ ഈ കോവിഡിന് ശേഷം കുറച്ചധികമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അലോപ്പതി മരുന്നുകൾ പ്രത്യേകിച്ച് കോവിഡ് കേസുകളിലൊക്കെ കാണപ്പെട്ടിട്ടുണ്ട്. അസീബ്രോഫൈലിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക് പല പേഷ്യൻസിനും പ്രിസ്ക്രൈബ് ചെയ്തെന്ന് കണ്ടുപെട്ടിട്ടുണ്ട്. ഇപ്പോൾ പല കമ്പനികളും അസീബ്രോഫൈലിൻ്റെ കൂടെ കുർക്കുമിനും കൂടി ചേർത്ത്
ചേർത്ത് വരുന്നതായിട്ടുള്ളതും നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നുണ്ട്. മരുന്നുകളുടെ കടയിലും ഒക്കെ അതുണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേഷ്യൻറ്റ് വന്നിട്ടുണ്ട് പ്രിസ്ക്രിപ്ഷനും കൊണ്ട്. അപ്പോൾ ഞാൻ എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലെങ്കിൽ എന്ത് മരുന്നാണ് ഈ കഴിച്ചതിൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് നോക്കുമ്പോൾ അസീബ്രോഫൈലിൻ പ്ലസ് കുർക്കുമിൻ എന്നുള്ള രീതിയിൽ ഒരുപാട് മെഡിസിൻസ് ഒരുപാട് കമ്പനികൾ ഇറക്കുന്നത് പേഷ്യൻസ് കഴിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾ എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് എന്താ പറയുക പ്രത്യക്ഷ അതൊരു ദോഷം ചെയ്യില്ല എന്നുള്ളതാണ് പഠനങ്ങളിലൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ചില മരുന്നുകൾ പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായിട്ടുള്ള ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ മഞ്ഞൾ കഴിക്കുമ്പോൾ മഞ്ഞൾ അതിൻ്റെ കൂടെ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു എന്താ പറയേണ്ട വൈദ്യനിർദ്ദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. മറ്റ് ഏത് മരുന്നുകളുടെ കൂടെയോ മറ്റേത് ഭക്ഷണങ്ങളുടെ കൂടെയോ മഞ്ഞൾ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് ശാസ്ത്രീയമായിട്ടും അതല്ലാതെ സൈദ്ധാന്തികമായിട്ടും അതായത് ആയുർവേദ ഗ്രന്ഥങ്ങളിലുമൊക്കെ പറയപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്.